നമസ്കാരം. മുസ്ലിം ലീഗിന്റെ രണ്ടാം രാജ്യസഭാ സീറ്റും തട്ടിപ്പോ. UDF-ലും കോൺഗ്രസിലും പുതിയ വിവാദം. മുസ്ലിം ലീഗിനെ അനുവദിച്ചുവെന്ന് അവർ പറയുന്ന രണ്ടാം രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസിന് മൗനം. ലോക്സഭയിൽ 3-ാം സീറ്റ് എന്ന ആവശ്യം ഉപേക്ഷിക്കുന്നതിന് ഉപാധിയായി രാജ്യസഭയിൽ 2-ാം സീറ്റ് ലഭിക്കുമെന്നാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ഇത് ഏത് ഘട്ടത്തിലെന്നോ ആരുടെ ഒഴിവിൽ പരിഗണിക്കുമെന്നോ വ്യക്തമാക്കിയതുമില്ല. കഴിഞ്ഞ തവണ ഒഴിവ് വന്ന സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ ചരട് വലിച്ച ലീഗിന് ഒരു സീറ്റ് കൂടി നൽകിയാൽ കോൺഗ്രസിൽ വീണ്ടും കലാപം ഉറപ്പാണ്. ലീഗിന്റെ അവകാശവാദം സംബന്ധിച്ച് KPCC നേതൃത്വം ഒന്നും പറഞ്ഞിട്ടുമില്ല. ആരെങ്കിലും രഹസ്യധാരണ ഉണ്ടാക്കിയാൽ അവർ മറുപടി പറയേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ 5-ാം മന്ത്രി, ലോക്സഭയിലേക്ക് 3-ാം സീറ്റ് എന്നിവയ്ക്ക് പിന്നാലെ 2-ാം രാജ്യസഭാ സീറ്റ് എന്ന ലീഗിന്റെ അവകാശവാദം മുന്നണിയിലും കോൺഗ്രസിലും പുതിയ വിവാദത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. എളമരം കരീം, K സോമപ്രസാദ്, KK രാഗേഷ് എന്നിവർ CPM-ന്റെയും, AK ആന്റണി, വയലാർ രവി കോൺഗ്രസിന്റെയും, ബിനോയ് വിശ്വം CPI-യുടെയും, ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിന്റെയും, PV അബ്ദുൽ വഹാബ് മുസ്ലിം ലീഗിന്റെയും, MP വീരേന്ദ്രകുമാർ LJD എന്നിവരാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള രാജ്യസഭാംഗങ്ങൾ. ഇതിൽ വയലാർ രവിയുടെയും KK രാഗേഷിന്റെയും അബ്ദുൽ വഹാബിന്റെയും കാലാവധി 2021 പൂർത്തിയാകും. ഒരു സീറ്റാണ് UDF-ന് സാധ്യത. മുൻ പ്രതിരോധ മന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ AK ആന്റണിയെ പോലുള്ള നേതാക്കളെ തഴഞ്ഞ ലീഗിന് 2-ാം രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് കരുതാൻ വയ്യ. പാർലമെന്റിലെയും മണ്ഡലത്തിലെയും പ്രകടനം മോശമായത് സംബന്ധിച്ച വിവാദങ്ങളിൽ പരാജയ ഭീതിയിലായ ലീഗിന്റെ സിറ്റിംഗ് MP-മാരും 3-ാം സീറ്റിന് പാരവെച്ചെന്ന് അണികൾ വിശ്വസിക്കുന്നു. തങ്ങൾക്ക് അവകാശപ്പെട്ട 3-ാം ലോക്സഭാ സീറ്റ് എന്ന ആവശ്യം കോൺഗ്രസ് തള്ളിയതിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പരസ്യമായ അതൃപ്തി ഉണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും മെരുക്കിയത് രാജ്യസഭാ സീറ്റ് കിട്ടും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് തീർച്ചും മുസ്ലിം ലീഗിനകത്ത് പൊട്ടിത്തെറിയുണ്ടാക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നല്ല പെരുമാറ്റവും അച്ചടക്കവും ഉള്ള സ്റ്റാഫുകൾ ഉള്ളത് തന്നെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ശക്തിയും മേന്മയും. ഇവിടുത്തെ സ്റ്റാഫുകളിൽ ഭൂരിഭാഗവും ജ്യോതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയവരാണ്. എവിടെയാ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട്? നമ്മുടെ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാടോ? ഏട്ടന് ഒരേ നിർബന്ധം, ഇവിടം വരെ ഒന്ന് വരണോന്ന്. ഇവിടം വരെ വന്ന് ഒന്ന് അഭിനന്ദിക്കണം തോന്നി, അതാ വന്നത്. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത് മികച്ച വിദ്യാഭ്യാസം മാത്രമല്ല, നല്ല പെരുമാറ്റം കൂടിയാണ്. സർക്കാർ അംഗീകൃത കോഴ്സുകളും മികച്ച തൊഴിലവസരങ്ങളും നൽകുന്ന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളുടെ മക്കളെ ധൈര്യപൂർവ്വം പറഞ്ഞയക്കാം, ഞാൻ ഗ്യാരണ്ടി. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്.